ഇന്നത്തെ എൻ്റെ വായന സി വി ബാലകൃഷ്ണൻ എന്ന എഴുത്തുകാരൻ്റെ പരൽമീ നീന്തുന്ന പാടം. പണ്ട് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ഖണ്ഡശയായിട്ട് വന്നിരുന്ന ഒന്നാണ്. ഇതിൻ്റെ മുന്നുര എന്ന അല്ലെങ്കിൽ ആമുഖം, അതിൽ എഴുത്തുകാരൻ പറയുന്നുണ്ട്, ഇതൊരു ഗൃഹാതുര യാത്രയാണ്. വിദൂര ബാല്യത്തിലെയും കൗമാരത്തിലെയും വയൽപ്പരപ്പുകളും നടവരമ്പുകളും കൈത്തോടുകളും ഇടവഴികളും തണൽപ്പാടുകളും കളിയാട്ടപ്പറമ്പുകളും ഒക്കെ തിരഞ്ഞു ചെല്ലുക എന്നത് കൗതുകകരമായ ഒരു അനുഭവമായിരുന്നു. ഇത്തരത്തിലുള്ള അനുഭവങ്ങളുടെ ഒരു സമാഹാരമാണ് ഈ പരൽമീൻ നീന്തുന്ന പാടം. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കുറെ മുമ്പ് വായിച്ചതാട്ടോ. അതിലെ രണ്ടാം ഭാഗത്തിൽ 28 എന്ന ഒരു ഭാഗമാണ് ഇവിടെ വായിക്കുന്നത്. ഇദ്ദേഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഭാഷയുടെ ഒരു സൗന്ദര്യമാണ്. അത് കേൾക്കുമ്പോൾ മനസ്സിലാവും. കാലം കനിവു കാട്ടാതെ മായ്ച്ചു കളഞ്ഞ അടയാളങ്ങളിൽ ഒന്നാണ് പാലത്തറയിലെ വീട്. അതിനു മുമ്പേ അച്ഛമ്മ മറഞ്ഞു പോയിരുന്നു. അച്ഛമ്മയെ അവസാനമായി കാണുന്നത് മച്ചിൻ്റെ പുറം ചുവരിൽ മാൻതലയുള്ള തറവാട്ടു വീടിൻ്റെ പൂമുഖത്ത് കണ്ണും പൂട്ടി കോടി പുതച്ച് കിടക്കുന്നതായാണ്. തലയ്ക്ക് ഒരു നിലവിളക്ക് കത്തിച്ചു വെച്ചിട്ടുണ്ട്. ചുറ്റും ചന്ദനത്തിരിയുടെ മണം. മുറ്റത്ത് വലിയ ബദാം മരം ഇരുണ്ട നിഴലും വിരിച്ചു നിന്നു. ചിരിയക്കുഞ്ഞി, കുഞ്ഞാണി എന്നിങ്ങനെ 2 സഹോദരിമാരുണ്ടായിരുന്നു അച്ഛമ്മയ്ക്ക്. കണ്ടാൽ 3 പേരും ഒരുപോലെയാണ്. നരച്ച മുടിയും മേൽമുണ്ടും ഉടവയും, കാതുകളിൽ തോടകളും കഴുത്തിൽ പതാക്കും, നെറ്റിയിൽ ഒരു നുള്ളു ഭസ്മവും. പാലത്തറയിലെ വീട്ടിൽ ഇടയ്ക്ക് വല്ലപ്പോഴും ഒരുമിച്ചിരുന്ന് അവർ ഓരോരോ പഴങ്കഥകൾ ഓർത്തെടുക്കുമായിരുന്നു. ചിരിയക്കുഞ്ഞി ഇളയമ്മയ്ക്ക് പറയാൻ പ്രത്യേക വിശേഷങ്ങളുണ്ട്. മകളുടെ സംബന്ധക്കാരൻ അങ്ങ് ദൂരെ സിംഗപ്പൂരിലാണ്. ആൺമക്കളിൽ ഒരാൾ തലശ്ശേരിയിൽ അഭിഭാഷകനും. ബദാം മരം പന്തലിച്ച മുറ്റമുള്ള തറവാട്ടു വീട് ചിരിയക്കുഞ്ഞി ഇളയമ്മയുടേതാണ്. തൊട്ടു തെക്കായി കുഞ്ഞാണി ഇളയമ്മ. തറവാടിന്റെ പടിഞ്ഞാറ് തെയ്യങ്ങളുടെ കുടിയിരിപ്പ്. ആണ്ടുതോറും കളിയാട്ടത്തിനാണ് എല്ലാവരും തറവാട്ടിൽ ഒത്തുചേരുക. തെയ്യങ്ങൾ ആടിക്കഴിയുമ്പോൾ ബദാം മരത്തിൽ മൂപ്പെത്തിയ കായ്കളൊന്നും അവശേഷിക്കില്ല. ചിരിയക്കുഞ്ഞി ഇളയമ്മയ്ക്കും കുഞ്ഞാണി ഇളയമ്മയ്ക്കും പാലം കടന്നല്ലാതെ എളുപ്പ വഴിയുണ്ട് ജ്യേഷ്ഠത്തിയുടെ വീട്ടിലേക്ക്. തെങ്ങിൻ പറമ്പുകൾക്ക് പടിഞ്ഞാറ് ഒടി, അതിനപ്പുറം കൈത്തഴപ്പുകൾ അതിരിടുന്ന പുഴ. അക്കരെ ഇക്കരെ പോകാൻ പാണ്ടിയുണ്ട്. മുളകൾ ചേർത്ത് കെട്ടിയ പാണ്ടിയിൽ തുഴക്കാരനില്ല. അറ്റത്തുള്ള കയർ വലിച്ചാൽ പാണ്ടി കരയുടെ നേർക്ക് നീങ്ങും. മേലേ കണ്ടത്തിൽ കൊയ്ത്തു കഴിഞ്ഞാൽ കറ്റകൾ കൊണ്ടുവരിക പാണ്ടിയിലാണ്. അച്ഛമ്മയെ കാണാൻ കുഞ്ഞുണ്ണിക്കണിയാര് ഇടയ്ക്കിടെ വരാറുണ്ടായിരുന്നതും പാണ്ടിയിൽ തന്നെ. ചാണകം മെഴുകിയ തിണ്ണയുടെ തെക്കേ കോണിൽ കളം വരച്ച് കവിളി നിരത്തി വരുംവരായകകൾ ഗണിക്കുന്നതിനിടയിൽ എന്നെങ്കിലും കുഞ്ഞുണ്ണിക്കണിയാര് ഒരു സൽഗതി മുൻകൂട്ടി അറിയുകയുണ്ടായോ ആവോ. പാലത്തറയിൽ നിന്ന് ദേശത്തേക്ക് ആള് വന്നത് ഒരു രാവിലെയാണ്. നെഞ്ചിലടിച്ചുള്ള അലമുറയൊന്നും ഉണ്ടായില്ല. പാടങ്ങൾക്ക് നടുവിലൂടെയുള്ള നീളൻ കൈത്തോട് വേനൽച്ചൂടിൽ വറ്റി പൂഴി വിരിച്ച ഒരു പാതയായി രൂപപ്പെട്ടിരുന്നു. ദേശത്ത് ആദ്യമായി ഒരു കൊല നടന്നത് ഈ വഴിയിലാണ്. അമ്മയുടെ പിന്നാലെ ഞാൻ വേഗം നടന്നു. മരണമറിയിക്കാൻ വന്നയാൾ വേറൊരു വഴിക്ക് മുമ്പേ മടങ്ങിയിരുന്നു. ഇരുവശത്തും നട്ട കണ്ടങ്ങൾ. നട്ടി എന്ന് വെച്ചാൽ പച്ചക്കറി കൃഷി എന്ന് എഴുതിയിട്ടുണ്ട്. വെള്ളരിയുടെയും മത്തന്റെയും കുമ്പളത്തിന്റെയും വള്ളികൾ മണൽപ്പരപ്പിൽ നീണ്ടുകിടന്നു. വെയിലിന് അനുനിമിഷം ചൂടേറി. എൻ്റെ ഉള്ളിൽ അച്ഛമ്മയുടെ രൂപം ഇടയ്ക്കിടെ തെളിഞ്ഞു വന്നു. കത്തിച്ചു വെച്ച നിലവിളക്കിനരികെ കാൽ നീട്ടിയിരുന്ന് വെളിയിൽ തിടം വയ്ക്കുന്ന ഇരുട്ടിലേക്ക് നോക്കി അച്ഛമ്മ ചൊല്ലുകയാണ്. വഹ്നിസന്തപ്ത ലോഹസ്ഥാംബുബിന്ദുനാ സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം ചക്ഷുശ്രവണകളസ്ഥമാം ദദ്ദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നതുപോലെ കാലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോലചേതസ ഭോഗങ്ങൾ തേടുന്നു. വെയിലത്ത് നടന്നതിൻ്റെ വിയർപ്പും പരവേശവുമായി ഉമ്മറത്തേക്ക് കയറി ഞാൻ അച്ഛമ്മയുടെ കാൽക്കൽ നിന്നു. ആരോ പറഞ്ഞു, നമസ്കരിച്ചോളൂ.
ഞാൻ മുട്ടുകുത്തിയിരുന്ന് മുഖം നിലത്തു ചേർത്ത് അച്ഛമ്മയുടെ വിറങ്ങലിച്ച പാദങ്ങളിൽ തൊട്ടു. ഇനി ആരും വരാനില്ല. തറവാട്ടുവക ശ്മശാനം ജഡത്തിനരികിലിരുന്ന് വിതുമ്പുന്ന കുഞ്ഞാണി ഇളയമ്മയുടെ വീടിന് പടിഞ്ഞാറായാണ്. ചിത ഒരുങ്ങിയിരുന്നു. ചിതയ്ക്കായി വെട്ടിയ പുളിയന്മാവിന്റെ നേർത്ത 2 ശിഖരങ്ങളും ചെറുചില്ലകളും ചേർത്ത് കെട്ടിയ മഞ്ചത്തിൽ അച്ഛമ്മയെ കിടത്തി പട്ടുപുതപ്പിച്ച് ആരൊക്കെയോ ചുമലിലേറ്റി നടന്നു. പിറകിൽ ഒരു മുറത്തിലായി ഉമിത്തി, ചൂട്ടുകറ്റ, മൺകലം, കരച്ചിലിന്റെ ഒരല. പിറ്റേന്ന് തൊട്ട് ചാണകം തേച്ച മൺതറയുടെ നേരെ ബലിക്കാക്കകൾ പറന്നിറങ്ങുകയായി. 12 നാൾ അവയ്ക്ക് കറുകമോതിരം ചാർത്തിയ കൈകൾ കൊണ്ട് നേദിച്ച ബലിച്ചോറ്. മാരാൻ രാമന്റെ നിർദ്ദേശമനുസരിച്ചുള്ള കർമ്മങ്ങൾക്കൊടുവിൽ നമസ്കരിച്ച് പിൻവാങ്ങി കൈകൊട്ടി വിളിക്കുമ്പോൾ ബദാം മരത്തിൽ നിന്നും തെങ്ങോലകളിൽ നിന്നും പുളിങ്കൊമ്പുകളിൽ നിന്നും ഒക്കെയായി കരഞ്ഞെത്തുന്ന ബലിക്കാക്കകളിൽ ഓരോന്നിനെയും ഞാൻ സോത്സുഖം മാറി മാറി നിരീക്ഷിക്കുമായിരുന്നു. സ്നേഹത്തിൻ്റെയോ വാത്സല്യത്തിൻ്റെയോ ഒരു ലാഞ്ചന കണ്ടെത്താനായി. പിതൃക്രിയയുടെ നാളുകൾ ആചാരബദ്ധമാണ്. ബലികർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവർ, മുതിർന്നവരും കുട്ടികളും കുലതീരുവോളം വീട് വിട്ട് എങ്ങും പോകാൻ പാടില്ല. 13ാം നാളിൽ പിതൃക്രിയ തീർന്നാൽ ദേശക്കാർക്കായി പിണ്ടസദ്യ. പിണ്ടമൂട്ടിക്കഴിഞ്ഞ് വെയില് ചാഞ്ഞതോടെ ചാച്ചക്കാരുടെ യാത്ര പറച്ചിലായി. അച്ഛൻ്റെ പിന്നാലെ ഞാൻ ഇറങ്ങി നടന്നു. വേനലിലെ പുഴയ്ക്കും പുലയക്കുടിലുകൾക്കും കാരപ്പന്തകളുള്ള വെളിമ്പറമ്പിനും അപ്പുറം ആളനക്കമില്ലാത്ത വീട്, മൂകത, തൊടിയിൽ നീണ്ട നിഴലുകൾ, തൂത്തുവാരാതെ മുറ്റത്താകെ കരിയിലകൾ. അച്ഛൻ വീട് തുറന്നപ്പോൾ വാതിലിന്റെ അപ്പുറത്തു നിന്ന് നാളുകളായി ഒതുക്കിയ നിശ്വാസം പോലെ എന്തോ വന്ന് എന്നെ തൊട്ടു. വീടിന്റെ ഇറവാലത്ത് വെള്ളതേക്കാത്ത കൽത്തൂണിനരികെ കാലത്തിന് മായ്ച്ചു കളയാനുള്ള മറ്റൊരു അടയാളമായി അച്ഛമ്മയുടെ ഭസ്മക്കൊട്ട തൂങ്ങിക്കിടന്നു. കാലത്തിന് മായ്ച്ചു കളയാനുള്ള മറ്റൊരു അടയാളമായി അച്ഛമ്മയുടെ ഭസ്മക്കൊട്ട തൂങ്ങിക്കിടന്നു.